ഹലോ ഫ്രം ഫോർത്ത് മോഡ്യൂൾ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലെസി ലേണേഴ്സ്. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള റൂൾ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ, ഡിസിഷൻ ട്രീ ബേസ്ഡ് ക്ലാസിഫയർ, നെയോ ബേഷൻ ക്ലാസിഫയർ എല്ലാം ഇയർലി ലേണേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഈഗർ ലേണേഴ്സ് ആയിരിക്കും. ഈഗർ ലേണേഴ്സ് മീൻസ് നമ്മൾ സെറ്റ് ഓഫ് ടപ്പിൾസ്, ആ ട്രെയിനിങ് സെറ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ ക്ലാസിഫയർ മോഡൽ ക്രിയേറ്റ് ചെയ്യും. ദെൻ ന്യൂ ടപ്പിൾ കൊടുക്കുമ്പോൾ ആ ക്ലാസിഫയർ മോഡൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് ഔട്ട്പുട്ട്, ക്ലാസ് ഔട്ട്പുട്ട് കിട്ടും. ലേസി ലേണേഴ്സിൻ്റെ കേസ് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് സെറ്റിനെ സേവ് ചെയ്തിട്ട് ലാസ്റ്റ് എപ്പോഴാണോ നമ്മളൊരു ന്യൂ ഇൻപുട്ട് അൺനോൺ ടപ്പിൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ടെസ്റ്റ് ടപ്പിൾ കൊടുക്കുന്ന ആ കേസിൽ മാത്രമേ ആക്ച്വൽ വർക്കിംഗ് മീൻസ് ക്ലാസിഫയർ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് KNN ക്ലാസിഫയർ, അല്ലെങ്കിൽ K നിയറസ്റ്റ് നെയ്ബർ ക്ലാസിഫയർ. ഈ കേസിൽ നമ്മൾ ട്രെയിനിങ് സെറ്റ് ഫസ്റ്റ് കൊടുക്കുന്നു, അതിനെ സേവ് ചെയ്യുന്നു, ദെൻ ഒരു ന്യൂ ടപ്പിൾ കൊടുക്കുന്നു. ന്യൂ ടപ്പിൾ കൊടുക്കുമ്പോൾ ആ ന്യൂ ടപ്പിളുമായിട്ട് സിമിലർ ആയിട്ടുള്ള കുറേ ടപ്പിൾസ് നമ്മൾ ട്രെയിനിങ് സെറ്റിൽ നിന്ന് എടുക്കും. അപ്പോൾ ഇവിടെ ന്യൂ ടപ്പിളുമായിട്ട് സിമിലർ ആയിട്ടുള്ള സിമിലർ ടപ്പിൾസ് ആയിരിക്കും നമ്മൾ ട്രെയിനിങ് സെറ്റിൽ നിന്ന് എടുക്കുന്നത്. അതിനെയാണ് K നിയറസ്റ്റ് നൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ K നിയറസ്റ്റ് നൈബേഴ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ക്ലോസ്നെസ് എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടായിരിക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന ടപ്പിൾസും ട്രെയിനിങ് സെറ്റിലെ ഓരോ ടപ്പിൾസും എടുത്ത് ക്ലോസ്നെസ് ക്രൈറ്റീരിയ മെഷർ ചെയ്യും. ക്ലോസ്നെസ് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോമിനൽ വാല്യൂസിൻ്റെ കേസിലാണെങ്കിലും ന്യൂമറിക്കൽ വാല്യൂസിൻ്റെ കേസിലാണെങ്കിലും ഈ പറഞ്ഞ ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ആ സെറ്റ് ഓഫ് ട്രെയിനിങ് സെറ്റിനകത്ത് ഉള്ള ക്ലോസ് ആയിട്ടുള്ള, അതായത് ഡിഫറൻസ് കുറവുള്ള ക്ലോസ് ആയിട്ടുള്ള ടപ്പിൾസ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ടപ്പിൾസ് എന്ന് പറഞ്ഞാൽ കെയുടെ മെഷർ നമ്മൾ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ബേസിലായിരിക്കും എത്ര എണ്ണം, അതായത് K5 ആണോ K10 ആണോ നോക്കുന്നത്. അപ്പോൾ K5 ആണെങ്കിൽ K നൈബേഴ്സിനെ സെലക്ട് ചെയ്യും ഫ്രം ട്രെയിനിങ് സെറ്റ്, K10 ആണെങ്കിൽ 10 നൈബേഴ്സിനെ സെലക്ട് ചെയ്യും. ഓക്കെ, ഇനി കെയുടെ വാല്യൂ 1 ആണെങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും, നമുക്ക് ഒരു നൈബർ മാത്രം സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കുറേ നൈബേഴ്സിനെ സെലക്ട് ചെയ്തു. അതായത് ഫോർ എക്സാമ്പിൾ കെയുടെ വാല്യൂ 5 ആണെങ്കിൽ നമ്മൾ ഒരു ന്യൂ ടപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള 5 ടപ്പിൾസ് നമ്മുടെ ട്രെയിനിങ് സെറ്റിൽ നിന്ന് സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യുന്ന 5 ടപ്പിൾസിൽ മെജോറിറ്റി വരുന്ന ഏത് ക്ലാസ് ആണോ ആ ക്ലാസ് ആയിരിക്കും നമ്മുടെ ന്യൂ അൺനോൺ ടപ്പിളിന് ക്ലാസ് ഔട്ട്പുട്ടായിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ നോമിനൽ വാല്യൂ ആണ് കൊടുക്കുന്നെങ്കിൽ, നോമിനൽ വാല്യൂ മീൻസ് ഇപ്പോൾ കളറോ ജെൻഡറോ അങ്ങനെയുള്ള കേസൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെയിം കളർ ആണെങ്കിൽ 0 എടുക്കും, ഡിഫറെൻറ്റ് കളർ ആണെങ്കിൽ 1 എടുക്കും. ഇനി ചില കേസിൽ ചില വാല്യൂ മിസ്സിങ് ആയിരിക്കും. ഇപ്പോൾ നോമിനൽ കേസിൻ്റെ കേസിലാണെങ്കിൽ രണ്ട് വാല്യൂ ജനറലായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ നോമിനൽ ആട്രിബ്യൂട്ട്സിൻ്റെ കേസിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും വാല്യൂ മിസ്സിങ് ആണെന്നുണ്ടെങ്കിലും ഒരു വാല്യൂ രണ്ട് വാല്യൂ മിസ്സായാലും ഒരു വാല്യൂ മിസ്സായാലും നമ്മൾ ഡിഫറൻസ് 1 ആയിട്ട് എടുക്കും. ന്യൂമറിക്കലിൻ്റെ കേസിലും ഏതെങ്കിലും ഒരു വാല്യൂ മിസ്സാണെങ്കിൽ അതർ വാല്യൂ മാത്രമായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് പ്രഡിക്ഷൻ്റെ കേസിൽ നമുക്ക് ഒരു ഫൈനൽ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്തായിരിക്കും കിട്ടുന്നത്. മറ്റേത് ക്ലാസ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പ്രഡിക്റ്ററിൻ്റെ കേസിലാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാളുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഒരു ഏജും ഇൻകം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഇപ്പോൾ നെക്സ്റ്റ് മന്ത് എത്രമാത്രം എക്സ്പെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു രീതിയിലുള്ള, അല്ലെങ്കിൽ അയാളുടെ ഒരു ക്വാളിഫിക്കേഷനും പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് അയാളുടെ ഇൻകം എന്താണ് എന്നുള്ളൊരു വാല്യൂ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അത് കറക്റ്റ് ആയിരിക്കണമെന്നില്ല, മേ ബി കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ വാല്യൂ ആക്ച്വൽ വാല്യൂയുടെ ചെറിയ ഡിഫറൻസ് കാണും. ഇപ്പോൾ പ്രഡിക്ഷൻ കേസിൽ നമ്മൾ റിഗ്രഷൻ എന്ന് പറഞ്ഞ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. റിഗ്രഷനകത്ത് ലീനിയർ റിഗ്രഷൻ, നോൺ ലീനിയർ റിഗ്രഷൻ, മൾട്ടിപ്പിൾ റിഗ്രഷൻ എല്ലാം ഉണ്ട്. ഇനി ഈ പറഞ്ഞ റിഗ്രഷൻ മെത്തേഡിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ കൊടുത്ത ഡേറ്റയെ ബേസ് ചെയ്ത് ഒരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ കൺസിഡർ ചെയ്യും. കണ്ടോ, y = α + β x. ഈ ആൽഫ ബീറ്റ ആണെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യൻസ് ആണ്. അതിനെ നമ്മൾ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ x എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രെഡിക്റ്റീവ് വേരിയബിൾ, y എന്ന് പറയുന്നതാണ് റെസ്പോൺസ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ആൽഫയും ബീറ്റയും ഈ പറഞ്ഞ ഇക്വേഷൻസ് യൂസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിളാണിത്. കുറേ സെറ്റ് ഓഫ് എക്സ് വാല്യൂസും വൈ വാല്യൂസും കൊടുത്തിട്ടുണ്ട്. എക്സ് എന്ന് പറയുമ്പോൾ ഒരാളുടെ ഇയർ ഓഫ് എക്സ്പീരിയൻസ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സാലറി ഇൻ ഡോളേഴ്സാണ്. അപ്പോൾ നമ്മളിവിടെ ബീറ്റയും ആൽഫയും കണ്ടുപിടിക്കണം. അതിനെ ബേസ് ചെയ്ത് ഇക്വേഷൻ y = 21.7 + 3.7 + × x എന്നൊരു ഇക്വേഷൻ കിട്ടും. ദെൻ നമ്മൾ ഓരോ ന്യൂ എക്സ് വാല്യൂസ് കൊടുക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് y വാല്യൂ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് കിട്ടും. ഇനി നമ്മുടെ മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മോർ ദാൻ 1 എക്സ് വാല്യൂസ് കാണും, പ്രഡിക്റ്റീവ് വാല്യൂസ് കാണും. ഈ നോൺ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ്റെ ഫോമിലായിരിക്കും, ഇതിൽ പോളിനോമിയൽ ഫോമിലായിരിക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ ഫസ്റ്റ് ഇതിലോട്ട് കൺവേർട്ട് ചെയ്യണം. ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് ഇതിനെ നമ്മൾ ലീനിയർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. നോൺ ലീനിയറിൻ്റെ കേസാണെങ്കിൽ അതിനെ ലീനിയർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ബാക്കി ഫർദർ പ്രൊസീഡിങ്സ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ആക്യുറസി ആൻഡ് എറർ മെഷേഴ്സ്. അതായത് ക്ലാസിഫയറിൻ്റെ പ്രെഡിക്റ്റിൻ്റെ എല്ലാം ആക്യുറസി മെഷർ ചെയ്യാം. ഓക്കെ, ആക്യുറസി നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മൾ ആദ്യമേ ട്രെയിനിങ് സെറ്റ് കൊടുത്ത് ഒരു മോഡൽ കൺസ്ട്രക്ട് ചെയ്യും. ദെൻ ഒരു ന്യൂ ടപ്പിളിനെ ക്ലാസിഫൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു സെറ്റ് ഓഫ് ടെസ്റ്റ് ടപ്പിൾസ് കൊടുക്കും. ഈ ടെസ്റ്റ് ടപ്പിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രെയിനിങ് സെറ്റിനെ കാട്ടിയെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ ഈ ടെസ്റ്റ് ടപ്പിൾസിനെ ക്ലാസ് ഇൻഫോർമേഷൻ ഔട്ട്പുട്ടായിട്ട് കാണും. പക്ഷേ നമ്മൾ ആ ക്ലാസ് ഇൻഫോർമേഷൻ എടുക്കാതെ
ട്രെയിനിങ് ടെസ്റ്റ് സെറ്റിലുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് ആ മോഡലിലോട്ട് അപ്ലൈ ചെയ്ത് കിട്ടുന്ന ക്ലാസ്സും ആ ടെസ്റ്റിനകത്ത് നമ്മൾ ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ചെക്ക് ചെയ്യും. അത് രണ്ടും മാച്ചിങ് ആണെന്ന് നോക്കും. മാച്ചിങ് ആണെങ്കിൽ എത്രത്തോളം ടപ്പിൾസ് ഇതേപോലെ മാച്ചായിട്ട് വേണോ അത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ ഹൈലി ആക്യുറേറ്റഡ് ആയിട്ടുള്ള ക്ലാസിഫയറിനെ നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആക്യുറേറ്റ് എം ആണെന്നുണ്ടെങ്കിൽ 1 - m ആയിരിക്കും എന്ത് 1 - ആക്യുറസി ഓഫ് എം ആയിരിക്കും ഇതിനകത്ത് എറർ റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഷർമെൻറ്റാണ് കൺഫ്യൂഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ക്ലാസ്സസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഉണ്ടായിരിക്കും കേട്ടോ. ഇതൊരു കൺഫ്യൂഷൻ മെട്രിക്സ് ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 ക്ലാസ് ആണുള്ളത്, എസ്സും നോയും. അപ്പോൾ അത്ര 2 കോളംസും 2 റോസും ഉണ്ട്. ഇനി ഈ മെട്രിക്സിനകത്തുള്ള ഓരോ വാല്യൂസ്, ഇപ്പോൾ ഫസ്റ്റ് 6954 എന്ന് പറഞ്ഞ വാല്യൂവിൻ്റെ ആക്ച്വൽ ക്ലാസ് എന്ന് പറയുന്നത് എസ് ആണ്. പക്ഷേ നമ്മൾ ക്ലാസിഫയർ യൂസ് ചെയ്തപ്പോൾ കിട്ടുന്നതായിരിക്കും കോളം വൈസ് ഇല്ലേ. അതായത് ആക്ച്വൽ ക്ലാസ് എക്സ് ആണ്, 6954 ക്ലാസിഫയർ യൂസ് ചെയ്തിട്ട് നമുക്ക് എസ് ആണ് കിട്ടിയത്. ഇനി നെക്സ്റ്റ് 46 കൊണ്ട് മീൻ ചെയ്യുന്നത് ആക്ച്വൽ ക്ലാസ് എസ് ആണ്, പക്ഷേ ക്ലാസിഫയർ ചെയ്തപ്പോൾ നമുക്ക് നോ ആണ് ഔട്ട്പുട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ റോ വൈസ് എഴുതിയേക്കുന്നത് ആക്ച്വൽ ക്ലാസ്സും മോഡൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്ലാസ്സാണ് നമ്മൾ കോളം വൈസ് എഴുതിയേക്കുന്നത്. അപ്പോൾ ആക്ച്വലി 7000-ൽ 6954 കറക്റ്റായിട്ട് കിട്ടി. അതിൻ്റെ റെക്കഗ്നേഷൻ റേറ്റും പെർസെൻറ്റേജും നമ്മളവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് നമ്മുടെ ക്ലാസ്സിനെ ബേസ് ചെയ്തല്ലാതെ എക്സ്ട്രാ ടോട്ടലും അതുപോലെ റെക്കഗ്നേഷൻ റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന കോളംസും കൂടെ കാണും. ഓക്കെ, ഇപ്പോൾ കൺഫ്യൂഷൻ മെട്രിക്സ് യൂസ് ചെയ്ത് നമുക്ക് ആക്യുറസി മെഷർ ചെയ്യാം. ഓക്കെ, ഇനി ഈ കൺഫ്യൂഷൻ മെട്രിക്സിനെ ബേസ് ചെയ്തിട്ട് വരുന്ന കുറച്ച് ഡെഫിനിഷൻസ് ആണ്. പോസിറ്റീവ് ടപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എസ് നോ എന്ന് പറഞ്ഞ 2 ക്ലാസ് ആണെങ്കിൽ അതിന് എത്ര എണ്ണമാണ് ഈ എസ്, അതാണ് പോസിറ്റീവ് ടപ്പിൾസ്. നെഗറ്റീവ് ടപ്പിൾസ് എന്ന് പറയുമ്പോഴത്തെ ക്ലാസ് നോ വരുന്നത്. ഇൻ ട്രൂ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ് എസ് ആണ്, ക്ലാസിഫയർ യൂസ് ചെയ്തും എസ് കിട്ടി. ട്രൂ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നോ ആണ്, ക്ലാസിഫയർ യൂസ് ചെയ്ത് നോ കിട്ടി. ഇനി ഫോൾസ് പോസിറ്റീവ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് നോ ആണ്, പക്ഷേ ക്ലാസിഫയർ യൂസ് ചെയ്തപ്പോൾ എസ് ആണ് കിട്ടിയത്. ഇനി ഫോൾസ് നെഗറ്റീവ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എസ് ക്ലാസ്സിൽ വരുന്നതാണ്, പക്ഷേ ക്ലാസിഫയർ യൂസ് ചെയ്തപ്പോൾ നമുക്ക് നോ കിട്ടി. സോ ഈ 4 ടേംസ് ഉണ്ട്. ഈ 4 ടേംസിൻ്റെയും കോൺഫിഗറേഷൻ നമ്മുടെ കൺഫ്യൂഷൻ മെട്രിക്സിനകത്ത് വരുന്ന ആ പൊസിഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു കൺഫ്യൂഷൻ മെട്രിക്സ് നമുക്കൊരു ആക്യുറസി മെഷർമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതല്ലാതെ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, സെൻസിറ്റിവിറ്റി, സ്പെസിഫിസിറ്റി ആൻഡ് പ്രെസിഷൻ. സെൻസിറ്റിവിറ്റി മീൻസ് എത്രമാത്രം ട്രൂ പോസിറ്റീവ് റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് എത്രമാത്രം പോസിറ്റീവ് ടപ്പിൾസിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു, എത്രമാത്രം നെഗറ്റീവ് ടപ്പിൾസിനെ കറക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അതാണ് സ്പെസിഫിസിറ്റി. ഇനി പ്രെസിഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറേ പോസിറ്റീവ് ടപ്പിൾസ് കിട്ടി, അതിൽ എത്രമാത്രം കറക്റ്റ് പോസിറ്റീവ് തന്നെയാണ്. സോ അതിൻ്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 ടേംസിനെ ബേസ് ചെയ്ത് നമുക്ക് ആക്യുറസി വേണമെങ്കിൽ മെഷർ ചെയ്യാം. ഇനി പ്രെഡിക്റ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് ഔട്ട്പുട്ട് ആയിരിക്കത്തില്ല, ഒരു കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ആ കേസിൽ നമ്മുടെ ന്യൂമറിക്കൽ വാല്യൂവും നമ്മുടെ കിട്ടിയ വാല്യൂവും ആക്ച്വൽ വാല്യൂവും തമ്മിൽ ഡിഫറൻസ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആബ്സല്യൂട്ട് എററും കാൽക്കുലേറ്റ് ചെയ്യും, സ്ക്വയർഡ് എററും കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ സ്ക്വയർഡ് എറർ യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം കുറച്ചും കൂടെ ഔട്ട്ലിയേഴ്സ്, അതായത് എറേഴ്സ് കുറച്ചും കൂടെ എക്സാഗ്രേറ്റ് ചെയ്ത് കാണിക്കും. ഇനി നമ്മൾ ഈ ക്ലാസിഫയറിൻ്റെ പ്രെഡിക്റ്റിൻ്റെ ആക്യുറസി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ് ആണ്. ഹോൾഡ് ഔട്ട്, റാൻഡം സബ്സാമ്പിളിംഗ്, ക്രോസ് വാലിഡേഷൻ ആൻഡ് ബൂട്ട്സ്ട്രാപ്പ്. ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഹോൾഡ് ഔട്ട് മെത്തേഡിനകത്ത് നമ്മൾ പറഞ്ഞു കുറേ ടപ്പിൾസ് ഉണ്ട് ഡേറ്റാബേസിൽ. അതിൽ കുറേ എണ്ണത്തിന് നമ്മൾ ട്രെയിനിങ് സെറ്റായിട്ട് കൊടുക്കും, അതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ എണ്ണത്തിനെ നമ്മൾ ടെസ്റ്റ് സെറ്റായിട്ട് കൊടുക്കും. അപ്പോൾ ടോട്ടൽ ഡേറ്റാബേസിൽ എത്ര ടപ്പിൾസ് ഉണ്ട് അതിൽ 2/3 ആയിരിക്കും നമ്മൾ ട്രെയിനിങ് സെറ്റായിട്ട് യൂസ് ചെയ്ത് ക്ലാസിഫയർ അല്ലെങ്കിൽ പ്രെഡിക്റ്റർ മോഡൽ കൺസിഡർ ചെയ്യുന്നത്, ബാക്കി 1/3 ആയിരിക്കും ടെസ്റ്റ് സെറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് ഹോൾഡ് ഔട്ട് മെത്തേഡ്. ഈ പറഞ്ഞ ഹോൾഡ് ഔട്ട് മെത്തേഡിലെ തന്നെ പ്രൊസീജിയർ k ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് റാൻഡം സബ്സാമ്പിളിംഗ് മെത്തേഡ്. ദെൻ ആ k ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ട് എല്ലാത്തിൻ്റെയും കൂടെ ആക്യുറസിയുടെ ഒരു ആവറേജ് എസ്റ്റിമേഷൻ ആയിരിക്കും ഫൈനൽ ആക്യുറസി ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇനി ക്രോസ് വാലിഡേഷൻ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സെറ്റ് ഓഫ് ടപ്പിൾസിനെ നമ്മൾ k സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, D1 D2 അപ് ടു k സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ സെറ്റിലും ഈക്വൽ സെറ്റ് ഓഫ് ടപ്പിൾസ് ആയിരിക്കും. അതായത് നമുക്കിപ്പോൾ ഒരു 10 ടപ്പിൾസ് ഉണ്ടെങ്കിൽ 5 സെറ്റ് ഉണ്ടെങ്കിൽ ആ ഓരോ സെറ്റിലും 2 ടപ്പിൾസ് വീതം കാണും. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ നമുക്ക് 5 സെറ്റ് ഉണ്ട്, D1 അപ് ടു D5 ഉണ്ട്. ആദ്യത്തെ ഐട്രേഷനിൽ നമ്മൾ D1നെ എന്തായിട്ട് സെലക്ട് ചെയ്യും, D1നെ ടെസ്റ്റായിട്ടും ബാക്കി D2 D3 D4 D5 വരെയുള്ളത് ട്രെയിനിങ് സെറ്റായിട്ട് എടുക്കും. രണ്ടാമത്തെ ഐട്രേഷനിൽ നമ്മൾ രണ്ടാമത്തെ സെറ്റിനെ ടെസ്റ്റായിട്ടും ബാക്കി D1 D3 D4 D5നെ ട്രെയിനിങ് സെറ്റായിട്ടും എടുക്കും. ഓക്കെ, മനസ്സിലായി നമുക്ക്. അതായത് നമ്മൾ എത്ര സബ്സെറ്റായിട്ടാണോ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ടപ്പിൾസിനെ, അത്രയും ഐട്രേഷൻസ് നടത്തും. ഓരോ ഐട്രേഷനിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്, അതായത് ith ഐട്രേഷൻ എന്ന് പറയുമ്പോൾ
സെറ്റ് നമ്മൾ ടെസ്റ്റായിട്ട് ബാക്കി എല്ലാത്തിനും എന്തായിട്ട് എടുക്കും, ട്രെയിനിങ് സെറ്റായിട്ട് എടുക്കും. സോ ഓരോ സാമ്പിളും സെയിം നമ്പർ ഓഫ് ടൈംസ് ട്രെയിനിങ് സെറ്റായിട്ട് എടുക്കും, 1 ടൈം ടെസ്റ്റ് ഡേറ്റ ആയിട്ട് യൂസ് ചെയ്യും. ഇനി അതിൻ്റെ എല്ലാം കൂടെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ആക്യുറസി നമ്മൾ നോക്കുന്നത്. അതിനകത്ത് ലീവ് വൺ ഔട്ട് എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രം വെച്ചിട്ട് ടെസ്റ്റ് എടുക്കും, ബാക്കിയെല്ലാം ട്രെയിനിങ് സെറ്റും സ്റ്റാറ്റിസ്ഫൈഡും ഉണ്ട്. ഇനി ബൂട്ട് സ്ട്രാപ്പ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ഒരു ടപ്പിളിനെ ടെസ്റ്റ് സെറ്റായിട്ടും എടുക്കും, അതിനെ അല്ലെങ്കിൽ ട്രെയിനിങ് സെറ്റായിട്ട് എടുക്കുന്നത് വീണ്ടും എടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബൂട്ട് സ്ട്രാപ്പിൽ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് 0.632 ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 63% ഓഫ് ഒറിജിനൽ ഡേറ്റ നമ്മൾ ബൂട്ട് സ്ട്രാപ്പിലും യൂസ് ചെയ്യും, റിമൈനിങ്ങിനെ നമ്മൾ ടെസ്റ്റ് സെറ്റിലും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.